നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന വികസന കാഴ്ചപ്പാടുമായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പുതിയ ഭരണസമിതി അധികാരമേറ്റ ശേഷമുള്ള ആദ്യ ബജറ്റിൽ കുടിവെള്ളം, കൃഷി, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. ജനജീവിതത്തിൻ്റെയും അടിസ്ഥാന ശില എന്നത് അവിടുത്തെ കാർഷിക മേഖലയാണ്. അതുകൊണ്ട് തന്നെ കൃഷിയും അനുബന്ധ വ്യവസായങ്ങളും ഏറെ വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കർഷകരോടൊപ്പം തന്നെ യുവ തലമുറയെ കൂടി കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും വേണ്ടി നെൽകർഷകർക്ക് വിത്ത് തികച്ചും സൗജന്യമായി നൽകുന്നതിനാണ് ആലോചിക്കുന്നത്. ഇതിനോടൊപ്പം ഒഴിവുകൂലിയും വളവും കുമ്മായവും എല്ലാം നൽകുന്നതിന് വേണ്ടിയും തുക വകയിരുത്തുന്നു. ഇതോടൊപ്പം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കൊടുമ്പിൽ മുരളിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. സർവ്വതല സ്പർശിയായ വികസനം ലക്ഷ്യമിടുന്ന ബജറ്റ് രേഖയുടെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ നിർവഹിച്ചു. കാർഷിക മേഖലയ്ക്കും കുടിവെള്ള പദ്ധതികൾക്കും പ്രത്യേക ഊന്നൽ നൽകുന്ന ബജറ്റിൽ മാലിന്യ സംസ്കരണത്തിനായി നൂതന പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി സോമൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV വിവേക്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭിത ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K സതീഷ് കുമാർ, TA ആഷിഖ്, KV ഷൈബു, K ഗോവിന്ദൻകുട്ടി, NK കബീർ, ഷാജി വർഗീസ്, ഫ്രിജോ വടക്കൂട്ട്, MB വിജീഷ്, നീതു പ്രകാശ്, ഷീജ ആനന്ദൻ, മീന ശലോമോൻ, ആനി ടീച്ചർ, MR സജിത, റെജി ജോർജ് എന്നിവരും ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ് മാസ്റ്റർ, അസിസ്റ്റന്റ് സെക്രട്ടറി AC ബീന തുടങ്ങിയവരും ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു.